ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഓട്ടോമോട്ടീവ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേട്ടൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ ഫിറ്റ് ചെയ്യുന്നത് മനസ്സിലായി, പക്ഷേ ഇതെങ്ങനെയാണ് സെൻട്രൽ ലോക്കുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ ഇന്ന് ആ ട്രിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ട്രിക്ക് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഹോൺ, അതായത് വയറിംഗ് കിറ്റോട് കൂടി റിലേയോട് കൂടി ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹോൺ ഫിക്സ് ചെയ്തിരിക്കണം. സ്റ്റോക്ക് ഹോൺ, അതായത് ഫാക്ടറി ഹോണിൽ ഇത് വർക്ക് ചെയ്യും, പക്ഷേ നമുക്കൊരു റിലേ വേണം. അതായത് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് പവർ വലിക്കുന്ന ഒരു റിലേ വേണം. ആഫ്റ്റർ മാർക്കറ്റ് ഹോൺ ഫിറ്റ് ചെയ്ത ആൾക്കാർക്ക് വളരെ എളുപ്പമായിരിക്കും ഇത്. ഈ ട്രിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടത് നമുക്കൊരു സിംഗിൾ വയറാണ്. അപ്പോൾ ഫാക്ടറി ഹോണിൻ്റെ പോസിറ്റീവ് ലൈനിൽ ടാപ്പ് ചെയ്തിട്ട് ആ ലൈൻ നമ്മൾ സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ഹൂട്ടറിലേക്ക് വരുന്ന കണക്ഷനിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന സ്റ്റെപ്പ് ഓപ്ഷനിലാണ്. നമ്മുടെ സെൻട്രൽ ലോക്കിൽ നിന്ന് ബാറ്ററിയിലേക്ക് വരുന്നൊരു കണക്ഷൻ ഉണ്ട്, അത് റിമൂവ് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ നമുക്ക് സെൻട്രൽ ലോക്കിൻ്റെ ഫ്യൂസ് എവിടെയാണെന്ന് അറിയാമെങ്കിൽ ആ ഫ്യൂസ് ഒന്ന് റിമൂവ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അലാറം ട്രിഗറായി ഹോൺ കോൺസ്റ്റൻ്റ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ നൈബേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഫ്യൂസ് ഊരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലായിട്ടുള്ള സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഊരി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ ഹൂട്ടർ അല്ലെങ്കിൽ ആ സൈറനിലേക്ക് വന്നിരിക്കുന്നത് 2 വയേഴ്സാണ്. ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡും. അപ്പോൾ നമുക്ക് ബ്ലാക്ക് വയേഴ്സ് നമുക്കൊന്നും ചെയ്യാനില്ല, അത് നമ്മുടെ ഗ്രൗണ്ടാണ്, നെഗറ്റീവ് കറണ്ടാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ നമ്മുടെ പോസിറ്റീവ് ലൈൻ അതായത് ഇതിൽ കാണിച്ചിരിക്കുന്ന യെല്ലോ ലൈൻ ആ കണക്ടർ ഊരിയിട്ട് നമ്മുടെ ഹൂട്ടറിലേക്ക് വരുന്ന ആ കണക്ഷനിലേക്ക് നമ്മുടെ പുതിയതായിട്ടെടുത്ത യെല്ലോ വയർ, അതായത് ഹോണിൻ്റെ പോസിറ്റീവിൽ നിന്ന് എടുത്ത യെല്ലോ വയർ കണക്ട് ചെയ്യണം. ഇതാണ് കണക്ടർ. ഇപ്പം ഹൂട്ടർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഊരി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹോണിൽ നിന്ന് വന്നിട്ടുള്ള ഈ വയർ ഇത് കണക്ട് ചെയ്താൽ നമ്മുടെ ഹൂട്ടറിന് പകരം, അതായത് സൈറനിന് പകരം നമ്മുടെ ഹോണ് അടിക്കാൻ തുടങ്ങും. ഇത് 100% റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷനാണ്. നമുക്ക് ഇൻ കേസിന് ഈ ഹോണിൻ്റെ സൗണ്ട് വേണ്ട എങ്കിൽ നമ്മൾ ഈ ഹൂട്ടറിനുള്ള കണക്ഷൻ തിരിച്ച് റീകണക്ട് ചെയ്താൽ മതിയാവും. ആ യെല്ലോ കണക്ഷനിലേക്ക് റീകണക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് എടുത്ത വയർ ഞാനൊരു മെയിൽ പിന്നിൽ കണക്ട് ചെയ്തിട്ട് ഹീറ്റ് ഷ്രിങ്കൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണക്ഷൻ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ടെർമിനൽ, അതായത് സെൻട്രൽ ലോക്കിങ്ങിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. വയർ നമുക്ക് എവിടെയെങ്കിലും സെക്യൂറായിട്ട് അനങ്ങാത്ത രീതിയിൽ വെക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ വെക്കുന്നേ ഉള്ളൂ. കേബിൾ ടൈ ഒക്കെ ഇട്ട് കെട്ടി നിങ്ങൾക്ക് സെക്യൂറായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഫ്യൂസ് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വയറിംഗ് പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജോബ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഹുഡ് അടച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം.